കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഒരു പ്രാവശ്യം കൂടി ഈ പ്രദേശത്ത് നടത്തുവാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങൾക്ക് അനുവദിച്ച ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അധർമ്മങ്ങളും തിന്മകളും അനീതിയും കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിന്റെ നടുവിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ, കൂട്ടമായ കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, കൂട്ടമായ ആത്മഹത്യകൾ, പീഡനങ്ങൾ ഒക്കെ ദേശത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനുഷ്യ ബന്ധങ്ങൾക്കൊന്നും വിലയില്ല. കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നു. അപ്പനെയും അമ്മയും ഒക്കെ കൊല്ലുവാൻ വഴിയില്ലാത്ത ജനം, അപ്പനെ അമ്മയൊക്കെ വഴിയിൽ ഉപേക്ഷിക്കാൻ വഴിയില്ലാത്ത ജനം, പെറ്റുവീഴുന്ന കുഞ്ഞിനെ കൊന്നുകളയുവാൻ വഴിയില്ലാത്ത അമ്മമാർ, വിവാഹ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭം ധരിക്കുന്ന സഹോദരിമാർ ഒക്കെ നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. ലഹരിയും ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ ദേശത്തെ വല്ലാതെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, കുടുംബത്തിൽ കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന മദ്യവും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന വാർത്തകൾ. ലഹരിയുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നതിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകളിലൊക്കെയും യൗവനക്കാരായ നാളെ നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കേണ്ടുന്ന നല്ല പ്രൊഫഷണലുകളായി മാറേണ്ടുന്ന, നല്ല കുടുംബസ്ഥരായി മാറേണ്ടുന്ന യൗവനക്കാരായ വിദ്യാസമ്പന്നരായ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ലഹരിയുടെ പിടിയിലായി മാറുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ലഹരി ഉപയോഗിച്ചിട്ട് നടത്തുന്ന പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ഒടുവിൽ ലഹരി കൊണ്ട് ചെന്നെത്തിക്കുന്ന ആത്മഹത്യകൾ, ലഹരിയുടെ ഉപയോഗം മൂലം തകർന്നു പോകുന്ന കുടുംബങ്ങൾ, ലഹരിയുടെ ഉപയോഗം മൂലം ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയാതെ വണ്ണം സാമ്പത്തികമായി തകർന്നു പോകുന്ന കുടുംബങ്ങൾ, ലഹരിയുടെ ഉപയോഗം മൂലം ശാരീരികമായി രോഗാവസ്ഥ ബാധിച്ച് കുടുംബം തന്നെ വല്ലാതെ തകർന്നു പോകുന്ന അനുഭവങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്ന അനുഭവങ്ങൾ, അപ്പനെയും അമ്മയെയും പെങ്ങളെയും ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹമായി പലരും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷത്തിന് പ്രസക്തിയേറെ. മറ്റൊരു സന്ദേശത്തിനും നിങ്ങളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയില്ല. എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, എത്രയോ സാംസ്കാരിക പ്രസംഗങ്ങൾ, എത്രയോ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. പക്ഷേ ആ സന്ദേശങ്ങൾക്കൊന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല, മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല. മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുവാനും മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നടത്തുവാനും മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ പുതുസൃഷ്ടിയാക്കി മാറ്റാനും കഴിയുന്ന ഏക സന്ദേശം ക്രിസ്തുവിന്റെ സന്ദേശമാണ്. കാരണം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് വെറും ഒരു പ്രസംഗം നടത്തി സന്ദേശങ്ങൾ അറിയിച്ച് ധാർമ്മികമായി ഉപദേശം പറഞ്ഞ് മടങ്ങിപ്പോകാറല്ല, മനുഷ്യൻ അനുഭവിക്കുന്ന പാപത്തിന്റെ ആ കരാളമായ അനുഭവത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ ആ ലോകത്തിലേക്ക് വന്നത്. ഇവിടെ ഒത്തിരി ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്, മത നേതാക്കന്മാർ വന്നിട്ടുണ്ട്, മതസ്ഥാപകർ വന്നിട്ടുണ്ട്. പക്ഷേ അവരാരും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്തില്ല. നന്മയും തിന്മയും ഒക്കെ അവർ പഠിപ്പിച്ചു. എല്ലാ മതങ്ങളും നന്മയാണ് പഠിപ്പിച്ചത്. നന്മ എന്തെന്നും തിന്മ എന്തെന്നും തിരിച്ചറിയണമെന്നൊക്കെ പഠിപ്പിച്ചു. നന്മ ചെയ്ത് ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. ഒത്തിരി സാരോപദേശങ്ങൾ നൽകി, ധാർമ്മികമായ ഉപദേശങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ പാപത്തിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാൻ, പാപത്തിന്റെ പരിഹാരം ചെയ്ത് അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തയ്യാറായി ഏക വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന് ഇത്രയേറെ പ്രസക്തിയുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, പാപത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്തു വരാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ സത്യസുവിശേഷത്തിന് ഇത്രയേറെ പ്രസക്തിയുള്ളത്. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്? യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു ദൈവമായിരുന്നു. യേശുക്രിസ്തു ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ തേജസ്സിനകത്ത്, ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് വസിച്ചവനാണ്. അവിടെ നിന്ന് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു.
വേദപുസ്തക ഭാഷയിൽ താണലോകം എന്ന് പറയുന്നത് ബലഹീനനായ മനുഷ്യൻ വസിക്കുന്ന, പാപം മാത്രം ചെയ്ത് ജീവിക്കുന്ന, തിന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നന്മ ചെയ്യാൻ കഴിയാത്ത, തിന്മയുടെ അടിമത്തത്തിലായിരിക്കുന്ന, പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യനെ തേടി സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു സമ്പൂർണ്ണമായും ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. ഒരേ സമയം ക്രിസ്തു ദൈവവുമായിരുന്നു, അതേസമയം അവൻ മനുഷ്യനുമായിരുന്നു. കാരണം ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യനായി വന്നു. മൃഗമായിട്ടോ പക്ഷിയായിട്ടോ ഒന്നും വന്നില്ല, മനുഷ്യനായിട്ടാണ് വന്നത്. എന്തിനാ മനുഷ്യനായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് മാത്രമേ മനുഷ്യന്റെ വേദനയും രോഗവും ഭാരവും അവന്റെ കഷ്ടതയും ഒക്കെ അറിയാൻ കഴിയും. മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും മനുഷ്യന്റെ വേദന എന്താണെന്ന് മനസ്സിലാകില്ല. മനുഷ്യന്റെ വേദനയും ബലഹീനതയും അവൻ അനുഭവിക്കുന്ന അസമാധാനവും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത്. മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. ഇവിടെ വന്ന ഒരു ഗുരുക്കന്മാരും മതസ്ഥാപകന്മാരും ഇതാ നിങ്ങളുടെ മുഴുവൻ പാപവും ഞാനിതാ ഏറ്റെടുക്കുന്നു, നിങ്ങൾ അനുഭവിക്കേണ്ടുന്ന പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും ഞാനിതാ ശരീരത്തിൽ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഗുരുക്കന്മാരും ലോകത്തിൽ അത് യേശു മാത്രമാണ്. യേശു മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. പാപമില്ലാത്തവൻ മാനവകുലത്തിന് വേണ്ടി പാപമായി മാറി. യേശു പരമപരിശുദ്ധനായിരുന്നു. പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല, പാപത്തെക്കുറിച്ച് ചിന്തയില്ല, പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയില്ല. എന്നാൽ ആ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും എന്നെ കേൾക്കുന്ന സകല ദേശവാസികളുടെയും ഈ ലോകത്തിനെയോളം ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും ഇനി ജനിക്കാനുള്ള മനുഷ്യന്റെയും മുഴുവൻ പാവവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. യേശു സ്വന്തം ശരീരത്തിൽ മനുഷ്യന്റെ മുഴുവൻ പാവവും ഏറ്റെടുത്തു. അങ്ങനെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിലൂടെ യേശു കടന്നുപോയി. കാരണം പാപത്തിന്റെ ശിക്ഷ, ആത്യന്തികമായ ശിക്ഷ മരണമാണ്. ദൈവത്തിന് മരണമില്ല. മരണമില്ലാത്ത ദൈവം മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന് പാപത്തിന്റെ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ ആത്യന്തികമായ ശിക്ഷ യേശു ഏറ്റെടുക്കുവാനിടയായി. കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു ക്രിസ്തു 3 ആണികളിൽ മേൽ തൂങ്ങി റോമൻ പട്ടാളക്കാരാൽ അടിച്ചു തകർക്കപ്പെട്ടവനായി, തലയിൽ മുൾമുടി ധരിച്ചവനായി, നഗ്നനാക്കപ്പെട്ട് അപഹാസ്യനാക്കപ്പെട്ട് മാംസപിണ്ഡം പോലെ ശരീരമാകെ തകർക്കപ്പെട്ടവനായി, രോമകൂപങ്ങൾ പിഴുതെടുക്കപ്പെട്ടവനായി, അങ്ങനെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോ ശബ്ദമെടുത്ത് സംസാരിക്കാൻ കഴിയില്ല, നന്നായിട്ട് ഒന്ന് ശ്വാസമെടുക്കാൻ കഴിയില്ല. വേദനയുടെ ആധിക്യത്തിന്റെ നടുവിൽ യേശു വിളിച്ചു പറഞ്ഞു, സകലതും നിവൃത്തിയായി. സകലതും നിവൃത്തിയായി. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള സകലതും യേശു നിർവഹിച്ചു. ഇനി പാപപരിഹാരത്തിന് വേണ്ടി തീർത്ഥാടനങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, നോമ്പുകൾ വേണ്ട, പെരുന്നാളുകൾ വേണ്ട, ഉത്സവങ്ങൾ വേണ്ട, കെട്ടുകാഴ്ചകൾ വേണ്ട, സകലതും യേശു നിവൃത്തിയാക്കി. പാപപരിഹാരത്തിനായി എന്ത് മനുഷ്യൻ ചെയ്യണമോ അത് മരണത്തിലൂടെ കടന്നു പോകണമായിരുന്നു. ആ മരണം യേശു ശരീരത്തിൽ ഏറ്റെടുത്ത് മാനവകുലത്തെ പാപത്തിൽ നിന്ന് പുറത്തുകൊണ്ടു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. അതാണ് സുവിശേഷ സന്ദേശത്തിന്റെ പ്രസക്തി. ഇത് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ്. ഏതെങ്കിലുമൊക്കെ കർമ്മം ചെയ്ത് പാപം മോചിപ്പിക്കുന്ന പരിപാടിയല്ല സുവിശേഷം. കൂദാശകളിലൂടെ പാപം മോചിപ്പിക്കുന്ന പരിപാടിയല്ല സുവിശേഷം. ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്ത് പാപം മോചിപ്പിക്കുന്ന പരിപാടിയല്ല സുവിശേഷം. കാരണം സകല പാപത്തിന്റെയും പരിഹാരം യേശു ചെയ്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ സൗജന്യമായി താങ്കൾക്ക് പാപമോചനം ലഭിക്കുകയാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ദൈവത്തെ കാണണോ? യേശുവിനെ കാണണം. മനുഷ്യനെ അറിയണോ? യേശുവിനെ അറിയണം. കാരണം ദൈവവും മനുഷ്യനുമായ ഒരുവനെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ആ യേശുവിന് മാത്രമേ മനുഷ്യന് മധ്യസ്ഥനായി നിൽക്കാൻ കഴിയൂ. ഈ പ്രസംഗിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു വന്ന ഏക മധ്യസ്ഥൻ.
ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രമേ. മറ്റൊരു മധ്യസ്ഥന്മാർക്കും എന്നെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനോ എന്നെ ദൈവത്തോട് അടുപ്പിക്കാനോ കഴിയില്ല. മതം പഠിപ്പിക്കുന്ന മധ്യസ്ഥന്മാർ ഒരുപാട് പേര് കാണും, മധ്യസ്ഥന്മാര് കാണും. പക്ഷേ വേദപുസ്തകം പറയുന്നു ഒരേ ഒരു മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രം, കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന് മാത്രമേ എന്നെ ദൈവത്തോട് നിരപ്പിക്കാൻ കഴിയൂ. കാരണം എന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ എനിക്ക് പകരക്കാരനായി മരിച്ചത് യേശു മാത്രമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി വീണ്ടെടുപ്പുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നു. എങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുത്രത്വമുണ്ട്. ദൈവപുത്രത്വത്തിലേക്ക്, ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി സൗജന്യമായി മാറാമെന്നേ. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്ന ഒരു മതത്തിലേക്കല്ല, ഏതെങ്കിലും സഭയിലേക്കല്ല. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്കാണ്. അത് ആത്മരക്ഷയുടെ മാർഗമാണ്. ഇത് മനുഷ്യനെ പുതുസൃഷ്ടിയാക്കി മാറ്റുന്ന മാർഗമാണ്. ഈ മാർഗത്തിലേക്ക് വന്നാൽ എന്ത് കിട്ടും? ഈ മാർഗത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. നിത്യനായ ദൈവത്തോടൊപ്പം ജീവിക്കുവാനുള്ള അവകാശം, അതാണ് നിത്യജീവൻ. ക്രിസ്തുവിന്റെ ജീവൻ നമ്മിലേക്ക് പകരപ്പെടുകയാണ്. നമ്മിലെ പാപത്തെ എടുത്തു മാറ്റി, പാപ സ്വഭാവത്തെ എടുത്തു മാറ്റി, പാപത്തിന്റെ സ്വാധീനത്തെ എടുത്തു മാറ്റി, പാപചിന്തകളെ എടുത്തു മാറ്റി ക്രിസ്തുവിന്റെ ജീവനെ നമ്മിലേക്ക് പകർന്ന് ആ നിത്യജീവൻ നമ്മിലേക്ക് പകരുകയാണ്. അങ്ങനെ നമുക്ക് ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയും. വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തു ഇങ്ങനെയാ പറയുന്നത്, ഞാൻ ജീവനും പുനരുദ്ധാനവുമാണ്. യേശു ക്രിസ്തു നിത്യജീവനാണ്. അപ്പോൾ തന്നെ യേശു ക്രിസ്തു പുനരുദ്ധാനമാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവരെ ഉലകത്തിലുള്ളൂ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ഒരു ഗുരുക്കന്മാരും അല്ലെങ്കിൽ ഒരു മതസ്ഥാപകന്മാരും ഒരു പുണ്യവാളന്മാരും ഇവിടെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇവിടെ ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് മാത്രമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതം നമുക്ക് നൽകാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാനമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം നിത്യമായ ആനന്ദം, നിത്യമായ സ്വർഗം, നിത്യമായ സമാധാനം, നിത്യമായ ജീവിതമുണ്ട്. ദൈവത്തോടൊപ്പമുള്ള യുഗായുഗങ്ങൾ കഴിയുന്ന നിത്യമായ സന്തോഷമുണ്ട്. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. മറ്റൊരു മാർഗത്തിലൂടെ കിട്ടുകയില്ല. നിങ്ങൾ ഏത് ജാതി, മത, സഭാ വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, മരണത്തിനപ്പുറമുള്ള നിത്യമായ സ്വർഗത്തിലേക്ക്, നിത്യമായ സമാധാനത്തിലേക്ക് താങ്കൾക്ക് എത്തിച്ചേരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു എന്ന മാർഗം മാത്രം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കണം, നിത്യരക്ഷ പ്രാപിക്കണം, ആത്മരക്ഷ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണം, നിത്യസമാധാനം പ്രാപിക്കണം. അല്ല എങ്കിൽ ഒരു ദിവസം വരാൻ പോവുകയാ, ശൂളപോലെ കത്തുന്ന ഒരു ദിവസം, സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകാൻ പോകുന്ന ഒരു ദിവസം. ഇവിടെ യേശുവിനെ അറിയാതെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ, യേശുവിൽ വിശ്വസിച്ച് പാപം മോചിക്കപ്പെട്ട വിശുദ്ധരായി ജീവിക്കാതെ, തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് സകല ലഹരിയിലും സകലവിധമായ തിന്മയിലും ജീവിക്കുന്ന അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരുമായ സകല ജനത്തെയും ന്യായം വിധിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകലരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുവാൻ യേശു വരാൻ സമയമാണ്. അതിനു മുമ്പ് ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച്, നിത്യരക്ഷ പ്രാപിച്ച്, ആത്മരക്ഷ പ്രാപിച്ച്, നിത്യസമാധാനം പ്രാപിച്ച്, പുനരുദ്ധാനം, ആ വാഗ്ദത്തം അവകാശമാക്കി ജീവിക്കുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സമാധാനമില്ല പൂവിൽ ആലോകീനം നീലാവിളി പടർന്നുയരുകയായി ധരണിതനിൽ. സമാധാനമില്ല പൂവിൽ ആലോകീനം നീലാവിളി പടർന്നുയരുകയായി ധരണിതനിൽ. ദൈവത്തിൻ പൈതങ്ങൾ കാലം ധരണിയിൽ ക്ലേശിപ്പാൻ സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾ കാലം ധരണിയിൽ ക്ലേശിപ്പാൻ സാധ്യമല്ല.
കാഹളം കാതുകളിൽ കേട്ടിടാം ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാം ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാം. പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൽപ്പന പ്രകാരം ഈ ദേശത്ത് കടന്നു വന്ന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും